ഹായ്, വെൽക്കം ടു അമേസിങ് ഫെറിയ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കളക്ഷൻ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നും ഉള്ള വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വളമാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിന് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ് നിറയെ പൂത്ത് നിൽക്കുന്നതിൻ്റെ രഹസ്യം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ് പരിചയപ്പെടാം. എൻ്റെ അടുത്ത് ഏകദേശം 10-11 കളേഴ്സ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും പൂവില്ല. ചില റെഡും പിന്നെ യെല്ലോ റെഡിലിപ്പോൾ ഒന്നും പൂവില്ല, ഇപ്പോൾ പൂവില്ല. അപ്പോൾ ബാക്കി കളേഴ്സൊക്കെ നമുക്കൊന്ന് കാണാം. ഇത് യെല്ലോ ആണ്. ഈ യെല്ലോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു തൈയാണ്, ഒറ്റ തൈ മാത്രമേ ഉള്ളൂ. അതിൽ 2 സ്റ്റെം ഉണ്ടായി വന്നിട്ട് അതിൽ 2 നിറയെ പൂവുണ്ടായിട്ടുണ്ട്. ഇത് നമ്മളിത് നട്ടിട്ടൊരു 3-4 മാസത്തോളമായി. പക്ഷേ തൈകൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിൽ പൂവുണ്ടായി വന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പൂവുണ്ടാവാനുള്ള കാരണം നമ്മുടെ വളമാണ്. നമ്മൾ പോട്ടിംഗ് മിക്സ് ഏകദേശം 10-11 കളേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, എൻ്റെ കളക്ഷനിൽ. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഇതിൽ പൂവില്ലെങ്കിലും അതിൻ്റെ ഇല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ചട്ടിയിൽ നിറയെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചുള്ള മുന്നേ ഞാനൊരു വീഡിയോ അതിൻ്റെ പോട്ടിംഗ് മിക്സും റീപോട്ടിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ കവറിലേക്ക് നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ അതാ പൂവ് വന്നിട്ടുണ്ട്. എല്ലാ കവറിലും ഇതേപോലെ പൂവ് വന്നിട്ടുണ്ട്. ഇതിൽ ചട്ടി നിറയെ തൈകളായി കഴിഞ്ഞാൽ നമുക്കതിനെ റീപോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ റീപോർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം 1 മാസം കഴിഞ്ഞതിന് ശേഷം അതിൽ വളം ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ബാംബു ഓർക്കിഡ്. കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ ഇതിൻ്റെ പൂവ് വാടാതിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇത് ചട്ടിയിലും വേണമെങ്കിൽ വളർത്താൻ നിലത്തും. പക്ഷേ നല്ല ഹൈറ്റിൽ ഈ ചെടി ഉണ്ടാവും, വളർന്നു വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിലത്താണ് നട്ടിട്ടുള്ളത്. ഇതിന് കൂടുതൽ കാര്യമായിട്ടുള്ള വളപ്രയോഗമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ഓർക്കിഡ്, ബാംബു ഓർക്കിഡ്. ഇതിൻ്റെ കമ്പാണ് കേട്ടോ നടുന്നത്. ബാംബു ഓർക്കിഡിൻ്റെ കമ്പാണ് നടുന്നത്. ഈ പൂവ് 2-3 ആഴ്ച വാടാതെ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്യാറില്ല കേട്ടോ. ഈ ബാംബു ഓർക്കിഡ് ജസ്റ്റ് നമ്മൾ നനച്ചു കൊടുക്കാറ് മാത്രമേ ഉള്ളൂ. ഇതാണ് ബാംബു ഓർക്കിഡിൻ്റെ പൂവ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള വേസ്റ്റ്. നമ്മൾ എടുത്ത് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്ന ചായപ്പൊടിയും പിന്നെ അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ, പച്ചക്കറിയുടെ തൊലി, പിന്നെ പഴകിയ പച്ചക്കറികൾ എല്ലാം നമ്മളൊരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ച ഇത് അടച്ചു വയ്ക്കും. എന്നിട്ട് നന്നായിട്ട് അഴുകിയതിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഓരോ കപ്പ് വീതം 2 ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ഓർക്കിഡിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികളിൽ നിറയെ പൂവുണ്ടാവുന്നുള്ള രഹസ്യം. ഏകദേശം ഒരു 2 ആഴ്ച നമ്മൾ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റുകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഇതിൽ ബീട്രൂട്ടിൻ്റെ തൊലി കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചുവപ്പ് കളറായിട്ടിരിക്കുന്നത്. ഉള്ളിയുടെ തൊലി, ബീട്രൂട്ട്, ക്യാരറ്റ്, അങ്ങനെ നമ്മുടെ അടുക്കളയിൽ വരുന്ന എല്ലാ പച്ചക്കറികളും ഇങ്ങനെ ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് അടച്ചു വെക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നാലേ ഇത് പെട്ടെന്ന് അഴുകി വരുള്ളൂ. ഇതിന് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. നല്ല വൃത്തികെട്ട സ്മെല്ലാണ് ഉണ്ടാവുക. പക്ഷേ നമ്മളെ ചെടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനത് അരിച്ചെടുത്തതാണ്. എന്നിട്ട് അതിൽ നന്നായിട്ട് അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ വെള്ളം ചേർക്കാതെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടി കരിഞ്ഞു പോകും. എൻ്റെ അടുത്ത് നിന്ന് അതേപോലെ കുറേ ചെടി കരിഞ്ഞു പോയിട്ടുണ്ട്, എനിക്കറിയാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഈ ബാക്കി അരിച്ചിരുന്ന ബാക്കി വേസ്റ്റിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്ക് അടച്ചു വയ്ക്കാം. വീണ്ടും അത് അഴുകി വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും.
പിന്നെ ഞാൻ കൊടുക്കുന്നത് ചെടിക്ക് കൊടുക്കുന്ന വളമാണ് നമ്മുടെ പഴയ കഞ്ഞിവെള്ളം. പഴയ കഞ്ഞിവെള്ളം ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോൾ അടച്ചു വയ്ക്കും. 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴകി വരും. അതിനുശേഷം നമ്മൾ ഓരോ കപ്പ് വീതം ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. 2 ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ എല്ലാ ചെടികൾക്കും ഇതാണ് നമ്മൾ കൊടുക്കുന്ന വളം. ഇങ്ങനെ ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡ് കളർ ഓർക്കിഡാണ് കേട്ടോ, അതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓരോ കപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വളം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക. താങ്ക് യു.